അപ്പറ ഇറങ്ങും അത് ഇറങ്ങും. ഒരു 10 മിനിറ്റിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആളോട് ഓൾറെഡി സംസാരിച്ചാണല്ലോ. ഏതായാലും വെയിറ്റ് ചെയ്യാൻ പറ. അയ്യോ താങ്ക് യു. ഞാൻ പെട്ടുപോയനെ. പിന്നെ വൈകിട്ട് സാലിയുടെ ഹൗസ് വാമിങ് 5 മണിക്ക് വരാൻ മറക്കരുത്. ഒന്ന് വിളിച്ചേക്കണേ. അനു പറയൂ. കുര്യൻ അസോസിയേറ്റ്സിൻ്റെ പ്രോജക്റ്റ് 10th ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് MD മെയിൽ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിരുന്നു, മെയിൽ കണ്ടിരുന്നു. ബട്ട് ഹൗ കൻ വി സെറ്റിൽ ദിസ് ഇൻ 1 day യാർ? യാ ഇറ്റ്സ് എ ടാസ്ക്. അനു ഒരു മിനിറ്റ്. ദിവ്യ ഏട്ടൻ കഴിച്ചോ? കഴിച്ചില്ല, സമയം 3 മണിയായല്ലേ. കഴിച്ചോളാം, കഴിക്കാൻ പോവാ. വൈകിട്ടത്തെ കാര്യം 5 മണിക്ക് വരാൻ മറക്കരുതേ. നോക്കട്ടെ, വന്നോളാം. ഞാൻ ഇന്ന് പോകുമ്പം പച്ച സാരി ഉടുക്കട്ടെ? ഞാനൊന്ന് ഇച്ചിരി തിരക്കില്ല, പിന്നെ വിളിക്കാം. ഓക്കെ അനു, സോറി, പറയൂ. ഓൾ ഫയൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെന്റ്സ് അറ്റാച്ച്മെന്റ് ഞാൻ കണ്ടോളാം, നോക്കിക്കോളാം. ഓക്കെ താങ്ക് യു. CMD സാർ ലൈനിലുണ്ട്, കണക്ട് ചെയ്യട്ടെ? കണക്ട് ചെയ്യൂ പ്ലീസ്. Vinod, sir. I hope you have received my mail. Yes, sir. We need to submit it by 10th. Yeah, okay. 24 hours is more than sufficient, sir. We'll do it, sir. Actually, I am very sure that you can do it. You can do it, Vinod. Okay, sir. Thank you. Okay. ചെയ്യാം, എങ്ങനെ ചെയ്യും? മഞ്ജു പറ. എടി നീ എവിടെയാ? 300 കിലോമീറ്റർ അകലേന്ന് ഞങ്ങൾ എത്തി. സാറയും ലീനയും വന്നു, നീ മാത്രം. എല്ലാ പ്രോഗ്രാം നിനക്ക് ഇങ്ങനെ തന്നെയാ. നിനക്കിത് എന്താ പറ്റിയേ? ഞാൻ ലീനയ്ക്ക് കൊടുക്കാം. ഏട്ടൻ വന്ന ഉടനെ വരാം. ഹലോ, കോളേജിലെ താരം വീട്ടിലങ്ങ് ഒതുങ്ങിയോ? എടി, ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫംഗ്ഷന് പോലും നിനക്ക് എത്താനായില്ലേ? ലൈഫിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല, പിന്നെ നീ എന്താ ജീവിതത്തിൽ നേടുന്നത്? ഹലോ ഹലോ Yes, sir. The task is done within the specified time, sir. 100% believe that only you can do it. Good. Good, Vinod.
എന്താ വിനുവേട്ടാ ഇത്? കഷ്ടമുണ്ട് കേട്ടോ. സോറി, കുറച്ച് തിരക്കായി പോയിന്ന്. സോറി. എത്ര തവണ ഞാൻ വിളിച്ചു വിനുവേട്ടാ, ഫോൺ എന്നെ എടുക്കാത്തേ. എൻ്റെ എല്ലാ ഫ്രണ്ട്സും അവിടെ ഉണ്ടായിരുന്നു. ഇനി ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും? നല്ല ക്ഷീണം, ഞാൻ കുളിക്കട്ടെ. പോവാം, നമുക്ക് സൺഡേ പോവാം. എങ്ങോട്ട് പോവാൻ? നാളെ അവള് UK പോകും. അല്ലേലും വിനുവേട്ടന് എൻ്റെ കാര്യത്തിൽ എവിടാ സമയം? കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കിടക്കാൻ പോവാ. ലൈഫിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ല, പിന്നെ നീ എന്താ ജീവിതത്തിൽ നേടുന്നത്? അമ്മേ, ദിവ്യേ, എന്താ പറ്റി? ഒന്നുമില്ല കേട്ടോ, സ്വപ്നം കണ്ടു. പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടക്കണ്ടേ? വാ കിടക്ക്. കാര്യം എന്താണെന്ന് ക്ലിയർ അല്ല, പക്ഷേ ദിവ്യ ആകപ്പാടൊരു കലിപ്പില്ല. ഇതാദ്യമായിട്ട് ഇങ്ങനൊരു റിയാക്ഷൻ. കേട്ടിടത്തോളം ഇതത്ര നിസ്സാരമല്ല, എന്നാൽ ഇതൊരു വലിയ പ്രശ്നമല്ല താൻ. നിനക്കറിയാമല്ലോ, ഇതൊരു ആഗോള പ്രതിഭാസമല്ല. അവർക്ക് വേണ്ടത്ര പരിഗണന, ശ്രദ്ധയും സ്വാതന്ത്ര്യവും കൊടുത്തില്ലെങ്കിൽ അവർ ചിലപ്പം പ്രതികരിക്കും. ഇപ്പം നമ്മളാണേലും അതല്ലേ ചെയ്യുന്നത്. ഇതൊക്കെ അറിഞ്ഞും കണ്ടും ചെയ്യാനായിട്ട് നമുക്കെങ്ങനെ പറ്റും? നമ്മുടെ ജോലി, അതിൻ്റെ പ്രഷർ, അതിൻ്റെ ഇടയിൽ ഇതൊന്നും നടക്കത്തില്ല. പക്ഷേ ഈ കാര്യം അവർക്കെപ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എടാ, ലൈഫ് ഈസ് ഓൾ അബൌട്ട് മാനേജ്മെൻറ്റ്. ഇത് നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നീ അവളെയും കൂട്ടി പുറത്തോട്ടൊക്കെ ഒന്ന് പോയി ഒരു പർച്ചേസൊക്കെ ചെയ്യും. അതല്ല എങ്കിൽ നിങ്ങൾ രണ്ടുപേരോട് വീട്ടിലോട്ട് പോവാ. നിൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം നിൻ്റെ കയ്യിൽ തന്നെയുണ്ട്. എന്തെങ്കിലും ചെയ്യണം. വൈകിട്ട് മീറ്റിങ്ങിന് കാണുമല്ലോ അല്ലേ? ഓ, ഇന്നല്ലേ? കാണുമായിരിക്കും. എന്താ സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞേ? എനിക്കെൻ്റെ സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യം? വാട്ട് ഡു യു മീൻ? നമ്മുടെ വിവാഹത്തിന് ശേഷം എനിക്ക് നഷ്ടപ്പെട്ടതും വിനുവേട്ടന് യഥേഷ്ടവും ഉണ്ടായതന്നെ സ്വാതന്ത്ര്യം. എത്ര നല്ല റിലേഷൻഷിപ്പ്, എത്ര നല്ല നിമിഷങ്ങൾ, എത്ര ഫ്രണ്ട്ഷിപ്പുകൾ എനിക്ക് നഷ്ടമായി. ഞാൻ സാക്രിഫൈസ് ചെയ്തു. ഇനി വയ്യ. നീ പറഞ്ഞു വരുന്നത്? വിനുവേട്ടന് ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കുണ്ടായ നഷ്ടങ്ങൾ, ഞാൻ പറയുന്നത് ശരിയല്ലേ? വിനുവേട്ടാ, എൻ്റെ കാര്യങ്ങൾക്കുള്ള പരിഗണന, അതാണ് ഞാൻ പറഞ്ഞ സ്വാതന്ത്ര്യം. ശരിയാണ്. മറ്റാരാലോ സൃഷ്ടിക്കപ്പെട്ട ചട്ടക്കൂടുകളിൽ പെട്ടുപോയവരാണ് നാം ഓരോരുത്തരും. നിർവചിക്കാനാവാത്തത്ര അർത്ഥവും വ്യാപ്തിയും ഉള്ളതാണ് സ്വാതന്ത്ര്യം. ഓക്കെ, ഡൺ. ഹോ, ഇതായിരുന്നോ കാര്യം? ഞാൻ വിചാരിച്ച ഒരു ഡിവോഴ്സും ആയിരിക്കുന്നു. അയ്യടാ, അങ്ങനെ ഇപ്പം വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല.